ഗർഭകാലത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ പൊസിഷൻ ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രസവ വേദന വരുന്നതാണോ, ഗർഭാശയ മുഖം വികസിക്കുന്നതാണോ എന്നൊക്കെയുള്ളത് പലപ്പോഴും പലരിലും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോർമൽ ഡെലിവറി നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ തല താഴെയായിട്ടും കൈകാലുകൾ മുകളിലായിട്ടുള്ള പൊസിഷനായിട്ടുള്ള സിഫാലിക് പൊസിഷനിലേക്ക് ആവേണ്ടതാണ്. ഈ ഒരു സിഫാലിക് പൊസിഷനെ നമ്മൾ വേർട്ടെക്സ് പൊസിഷൻ, ഹെഡ് ഡൗൺ പൊസിഷൻ എന്നൊക്കെ പറയുകയും ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് കുഞ്ഞിന്റെ തല മുകളിലായിട്ടും കുഞ്ഞിന്റെ ബട്ടക്സും കൈകാലുകളും താഴെയായിട്ടുള്ള പൊസിഷനാണ് ബ്രീച്ച് പൊസിഷൻ. ഈ ഒരു ബ്രീച്ച് പൊസിഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷന് കുഞ്ഞ് യൂട്രസിനകത്ത് വിലങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും, ഒബ്ലിക് പൊസിഷൻ ഒക്കെ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സിസേറിയൻ ഡെലിവറിയാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത്. എന്നാൽ പലപ്പോഴും പല ഗർഭിണികളിലും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, കുഞ്ഞിന്റെ പൊസിഷൻ ഇപ്പൊ ബ്രീച്ച് പൊസിഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രസവ വേദന ആരംഭിക്കുന്നതാണോ അല്ലെങ്കിൽ ഗർഭാശയ മുഖം വികസിക്കുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെർവൈക്കൽ ഡയലേഷൻ, അതായത് ഗർഭാശയ മുഖം വികസിക്കുന്നത് എപ്പോൾ സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ഗർഭാശയ മുഖം ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഡെലിവറി അടുക്കാറാവുന്ന സമയത്താണ് നിങ്ങളുടെ ഗർഭാശയ മുഖം 0 സെന്റിമീറ്റർ മുതൽ 10 സെന്റിമീറ്റർ വരെ വികസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗർഭാശയത്തിന്റെ സങ്കോചങ്ങൾ, അതായത് പ്രസവത്തിനായിട്ട് നിങ്ങളുടെ ശരീരം തയ്യാറാവുന്ന സമയത്ത് നിങ്ങളുടെ യൂട്രസ് നല്ല പോലെ തന്നെ കൺട്രാക്ട് ചെയ്യുകയും ലൂസ് ആവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ യൂട്രസ് ശക്തമായിട്ട് മുറുകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ താഴേക്ക് തള്ളുന്നതിനാൽ ഗർഭാശയ മുഖം നിങ്ങളുടെ കുഞ്ഞ് ബ്രീച്ച് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും, അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ ബട്ടക്സ് താഴെയായിട്ടുള്ള പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും ഗർഭാവസ്ഥയിൽ വികസിക്കാൻ തുടങ്ങുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ കുഞ്ഞിന്റെ ഈ ഒരു ബട്ടക്സ് അല്ലെങ്കിൽ ഈ ഒരു കാലിന്റെ മർദ്ദം പലപ്പോഴും നിങ്ങളുടെ കുഞ്ഞിന്റെ തല കൊടുക്കുന്ന പ്രഷറിനേക്കാൾ കുറവായിരിക്കും. കാരണം നിങ്ങളുടെ കുഞ്ഞിന്റെ ഹെഡ് എന്ന് പറയുന്നത് വൃത്താകൃതിയിലും അതുപോലെ തന്നെ ഫേം ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹെഡ് ഡൗൺ പൊസിഷൻ അല്ലെങ്കിൽ സിഫാലിക് പൊസിഷനിൽ നിങ്ങളുടെ കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തല കൊടുക്കുന്ന ആ ഒരു പ്രഷർ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഗർഭാശയ മുഖം ഓപ്പൺ ആവുന്നതിന്. ഈ ഒരു ബട്ടക്സ് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിന്റെ കാല് കൊടുക്കുന്ന പ്രഷറിനെ അപേക്ഷിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ബ്രീച്ച് പൊസിഷനിൽ ഈ ഒരു ഗർഭാശയ മുഖം ഓപ്പൺ ആവുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. സെക്കൻഡ്, പ്രസവ വേദനയാണ്. പ്രസവ വേദന സ്വാഭാവികമായിട്ട് തുടങ്ങാം ഗർഭിണികളിൽ. അപ്പോൾ ഗർഭാശയ സങ്കോചങ്ങളും ഹോർമോൺ വ്യതിയാനങ്ങളും കുഞ്ഞിന്റെ സ്ഥാനം പരിഗണിക്കാതെ തന്നെ ഗർഭിണികളിൽ പ്രസവ വേദന ആരംഭിക്കുന്നതാണ്. അതായത് പ്രസവ വേദനയ്ക്കും സങ്കോചങ്ങൾക്കും കാരണമാവുന്ന ഹോർമോണായ ഓക്സിറ്റോസിന് നിങ്ങളുടെ ശരീരം റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന്റെ സ്ഥാനം അത് തടയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണ് സങ്കോചങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും നിങ്ങളുടെ ഗർഭാശയ മുഖം, അതായത് സെർവിക്സ് ഡയലേഷന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഈ സങ്കോചങ്ങൾ സെർവിക്സ് തിന്നാക്കുന്നതിനും ഷോർട്ട് ആക്കുന്നതിനും ഇത് വികസിക്കുന്നതിനും ഇടയാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് പൊസിഷനിലല്ല എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ പൊസിഷൻ ബ്രീച്ച്, ട്രാൻസ്വേഴ്സ് പൊസിഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രസവ വേദന ആരംഭിക്കുന്നതാണ്. തേർഡ്, ബ്രീച്ച് പൊസിഷന് പ്രസവ പുരോഗതിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ബട്ടക്സ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാലാണ് ഈ ഒരു ഗർഭാശയ മുഖത്തോട് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു ഈവൻ ആയിട്ടുള്ള രീതിയിൽ പ്രഷർ കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇത് കാരണം ഈ ഒരു ഗർഭാശയ മുഖം തുറക്കുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇത് കാരണം ഒരുപാട് സമയം എടുത്തേക്കാം നിങ്ങളുടെ ഗർഭാശയ മുഖം ഓപ്പൺ ആവുന്നതിന്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് കുഞ്ഞിന്റെ പൊസിഷൻ ബ്രീച്ച് ആണ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷൻ ഒക്കെ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡേറ്റ് എടുത്തിട്ടും കുഞ്ഞിന്റെ പൊസിഷന് സിഫാലിക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സിസേറിയൻ ഡെലിവറിയാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രീച്ച് പ്രസവത്തിൽ കുഞ്ഞിന് മുൻപായിട്ട് പൊക്കിൾ കൊടി സെർവിക്സിലൂടെ വഴുതി വന്നേക്കാം. അപ്പോൾ കുഞ്ഞിന്റെ ഈ ഒരു ബോഡി പാർട്സ് ഈ ഒരു പൊക്കിൾ കൊടിയിൽ പ്രഷർ കൊടുക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ കോഡ് പ്രൊലാപ്സിനും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഒന്നും കിട്ടാതെ വരുന്നതിന് ഇടയാക്കുകയും ഇത് കുഞ്ഞിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബ്രീച്ച് പൊസിഷനിൽ ഈ ഒരു ഡെലിവറി ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ബട്ടക്സും കുഞ്ഞിന്റെ ബോഡി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ കുഞ്ഞിന്റെ തല സ്റ്റക്ക് ആവുന്നതിന് ഇടയാക്കിയേക്കാം. കാരണം കുഞ്ഞിന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ തലയാണ്. അപ്പോൾ തല സ്റ്റക്ക് ആവുകയും കുഞ്ഞിന് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുഞ്ഞിന്റെ കഴുത്തിലോ തലയിലോ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രസവ സമയത്ത് കുഞ്ഞിന് കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടാം ഈ ഒരു ബ്രീച്ച് പൊസിഷനിൽ. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ ഡോക്ടേഴ്സ് ഈ ഒരു ബ്രീച്ച് പൊസിഷനിലുള്ള കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ സിസേറിയൻ ഡെലിവറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില കേസുകളിൽ ലേബർ സമയം വരെ കുഞ്ഞിന്റെ പൊസിഷൻ ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് എക്സ്റ്റേണൽ സിഫാലിക് വേർഷൻ ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെയാണ് ചില ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് അങ്ങനെ ട്രൈ ചെയ്യുകയും ചെയ്യാറുള്ളത്. അപ്പോൾ ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ സിഫാലിക് ആവുകയും ഇവർക്ക് നോർമൽ ഡെലിവറി സാധ്യമാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോർമലായിട്ട് പ്രസവ വേദന വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ഗർഭാശയ മുഖം ഓപ്പൺ ആവുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് ലേബർ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോയും പക്ഷേ അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രീച്ച് പൊസിഷനിലുള്ള കുഞ്ഞൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷൻ ആണ്, ഒബ്ലിക് പൊസിഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സിസേറിയൻ ഡെലിവറി തീരുമാനിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഡേറ്റ് ആവാറൊക്കെ ആയിട്ടുള്ള ഗർഭിണികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ഏതാണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.